സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനിലെ ഒരു സൂ. ഇങ്ങനെയുള്ള സൂ ഇന്ത്യയിൽ 3 ഉള്ളത്. ഒന്ന് ഡാർജിലിംഗിലും 2 സിക്കിമിലും 3 നൈനിറ്റാളിലെ ഈ കാണുന്ന സൂ. ഒരാൾക്ക് 100 രൂപയാണ്. 100 രൂപ ടിക്കറ്റ് എടുത്ത് പ്രധാന കവാടം വഴി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹിമാലയ സാനുക്കളിൽ കണ്ടുവരുന്ന വിവിധ സ്വഭാവത്തിലും രൂപത്തിലുമുള്ള പക്ഷികളെ കാണാൻ കഴിയും. ആ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതുതന്നെയാണ്. ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലും സാനുക്കളിലും കണ്ടുവരുന്ന വിവിധ മൃഗങ്ങളും പക്ഷികളുമാണ് ഇവിടെ ആളുകൾക്ക് കാണുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ അടിച്ചു വീശുന്ന കാറ്റും നല്ല തണുപ്പുമുണ്ട്. ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ കൂട്ടിൽ ഒരു ഉഗ്രൻ വീരൻ ഇങ്ങനെ കിടന്ന് ഉലസുന്നത് കണ്ടു. നല്ല ഉഗ്രനായി മൂപ്പർ ഉലാത്തുകയാണ്. ആളുകളെ കണ്ടപ്പോ 1-2 കസർത്തുകളൊക്കെ കാണിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. തൊട്ടടുത്ത് ഇയാളെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ ഉണ്ട്. അയാൾ എന്തൊക്കെയോ മൂപ്പരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മൂപ്പരും തിരിച്ച് എന്തൊക്കെയോ അയാളോട് സംസാരിക്കുന്നത് കണ്ടു. ആ ഒരു കാഴ്ച വല്ലാത്ത ഒന്നാണ്. 250 കിലോ ഭാരമുള്ള ഒരു ഉഗ്രൻ വീരൻ മൂപ്പർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഊടിന് പുറത്തു നിൽക്കുന്ന ആളുകളെ നോക്കി ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, ഗർജിക്കുന്നു. അത് മൂപ്പരുടെ സാമ്രാജ്യമാണ് എന്ന രീതിയിലുള്ള മട്ടിൽ ഇങ്ങനെ നടക്കുന്നത് കാണാൻ കഴിയും. ഉഗ്രൻ സാധനമാണ്. തൊട്ടടുത്ത് നിന്ന് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. മൂപ്പര് ബംഗാളിൽ നിന്ന് വന്നതാണ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആളുകളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയമുണ്ടാകുന്ന രീതിയിലുള്ള ഗർജനങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ആ കൂട്ടിന്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് വല്ലാത്ത ഒന്ന് തന്നെയാണ്. ചെറുപ്പം മുതലേ ഈ സൂവിൽ പോയി മൃഗങ്ങളെയൊക്കെ കാണാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കോഴിക്കോട് അത് വളരെ കുറവാണ്. തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാഴ്ചകളിലും ഈ സൂവിൽ പോയി തൊട്ടടുത്ത് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണുക എന്നുള്ളത് ഭയങ്കരമായ ഒരു ഫീലിംഗ് തന്നെയാണ്. ഓരോ ആളുകൾ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ആളുകൾക്ക് പോസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ മൂപ്പര് അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുന്നു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഹിമാലയ സാനുക്കളിൽ നിന്നുള്ള വിവിധ മൃഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ നൈനിറ്റാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ നൈനി തടാകത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൂ എന്ന് പറയുന്നത്. കുറഞ്ഞ മൃഗങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ മൃഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഹിമാലയ സ്വഭാവം ഉൾക്കൊള്ളുന്ന മൃഗങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്. കാരണം തൊട്ട താഴെ കിടക്കുന്നത് നല്ല നൈനി തടാകമാണ്. ആ തടാകത്തിലാണെങ്കിലോ വർണ്ണാഭമായ കുറെ മീനുകളുണ്ട്. ഈ ഹൈറ്റിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ തടാകത്തിലേക്ക് താഴോട്ട് നോക്കുവാനും ഭയങ്കര രസമാണ്. അതിനിടയിലാണ് കുറച്ച് കൂടുകളിലായിട്ട് വേറെ കുറെ മലമൃഗങ്ങളെ കണ്ടത്. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു 100 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മളൊരു സൂവിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എന്നാൽ അത്ര മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്നും ഒരു ഹിൽ സ്റ്റേഷനിൽ ഇത്ര മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മൃഗശാല എന്നുള്ളത് തന്നെയാണ്. ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോകുന്നു. അതിമനോഹരമായ കാഴ്ചകൾ. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ തടാകത്തിന്റെ ഒരു രൂപം ഇങ്ങനെ താഴോട്ട് കാണാൻ കഴിയും. ആ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിനിടയിൽ നല്ല മൃഗങ്ങളെയും ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ടു. അവരുടെ ഒരു ലോകം എത്ര മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആളുകൾ വന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ മൃഗശാലയിലേക്ക് വാഹനങ്ങൾ മുകളിലേക്ക് വരില്ല. താഴെ നിന്നുകൊണ്ട് ഒരുപാട് ദൂരം നടന്ന് കയറണം. നടന്ന് കയറുമ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയും നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല ക്ഷീണവും ഉണ്ടാവും. പക്ഷെ മുകളിലെത്തിയുള്ള ആ ഒരു കാഴ്ച അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നൈനിറ്റാളിന്റെ കാഴ്ചകൾക്കിടയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഒന്നാണ് ഈ മൃഗശാല എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള മൃഗശാലകളുമായി ഇവിടെ കമ്പയർ ചെയ്യരുത്. കാരണം ഇവിടെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ കുറവാണ്. പക്ഷെ റയർ ആയിട്ടുള്ള പല മൃഗങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഈ ഹിമാലയ സാനുക്കളിൽ കണ്ടുവരുന്ന മൃഗങ്ങൾ ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന വിവിധ സ്വഭാവത്തിലുള്ള പലതരം മൃഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നൈനി തടാകത്തിന്റെ വിശേഷങ്ങളും മറ്റു കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. ഈ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കട്ടെ. മനോഹരമായ ഒരു ഹിൽ